കേരളത്തിലെ വാഹനപ്രേമികളെയും അതുപോലെ റോഡിലിറങ്ങുന്ന ഓരോ സാധാരണക്കാരെ യാത്രക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് വാഹനങ്ങളുടെ അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെയുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നടപടികൾ ഇപ്പോൾ അതിശക്തമായ ഒരു വഴിത്തിരിവിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. കോടതിയുടെ കർശനമായ ഇടപെടലുകളുടെയും താക്കീതുകളുടെയും പശ്ചാത്തലത്തിൽ ഗതാഗത കമ്മീഷണർ നേരിട്ടാണ് സംസ്ഥാനത്തെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച തീപ്പൊരി പോലെയുള്ള പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതുവരെ കണ്ടിരുന്ന രീതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു വാഹനത്തിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത ആൾട്രേഷനും അഥവാ രൂപമാറ്റത്തിനും പ്രത്യേകം കണക്കാക്കി പിഴ ഈടാക്കാനാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം നൽകി വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആ മോഡിഫിക്കേഷനുകൾ എല്ലാം തന്നെ അഴിച്ചുമാറ്റി വാഹനം വീണ്ടും അതിൻ്റെ യഥാർത്ഥ അംഗീകൃത രൂപത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥർ നേരിട്ടത് കണ്ട് ബോധ്യപ്പെട്ട ശേഷമേ ഇനി തുടർ നടപടികൾ പൂർത്തിയാക്കാൻ പാടുള്ളൂ എന്നുകൂടി ഉത്തരവുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ സംസ്ഥാനം നടത്തിയ വാഹന പരിശോധനകളുടെ കണക്കുകളും അതുവഴി ഈടാക്കിയിട്ടുള്ള പിഴകളുടെ സമ്പൂർണ്ണമായ വിശദാംശങ്ങളും സെപ്റ്റംബർ 3-നകം എല്ലാ RTOമാരും സമർപ്പിക്കണമെന്നുള്ള ഉത്തരവ് കൂടി വരുമ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് കാര്യങ്ങളെ കാണുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും. നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന രീതി ഏതായിരുന്നു എന്ന് കൂടി ചോദിക്കേണ്ടതുണ്ട്. ഒരു വാഹനത്തിൽ ഒന്നിലധികം നിയമവിരുദ്ധമായ മാറ്റങ്ങൾ, അതായത് ഒന്നിനപ്പുറം ഒന്നായി എത്ര രൂപമാറ്റങ്ങൾ കണ്ടെത്തിയാലും അവയെല്ലാം ഒരൊറ്റ കുറ്റമായി മാത്രം കണക്കാക്കി ആകെ ഒരു 5000 രൂപ പിഴ ഈടാക്കി വിട്ടേക്കുന്നതായിരുന്നു പതിവായുള്ള രീതി എന്ന് പറയുന്നത്. എന്നാൽ ഹൈക്കോടതി ഈ ലളിതമായ സമീപനത്തെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഇതിന് ആധാരമായ ഒരു സംഭവം കൂടിയുണ്ട്. അടൂരിൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിയ ഒരു മഹീന്ദ്ര താർ ജീപ്പിൽ പരിശോധന നടത്തിയപ്പോൾ 6 അനധികൃത അധിക ലൈറ്റുകളാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇത്രയധികം നിയമലംഘനങ്ങൾ ആ വാഹനത്തിൽ ഉണ്ടായിട്ടും ആകെ ചുമത്തിയത് വെറും 5000 രൂപ മാത്രമാണ്. PUC സംബന്ധമായി മറ്റ് ചില ചെറിയ നിയമലംഘനങ്ങൾക്കും പിഴ ഈടാക്കിയിരുന്നുവെങ്കിലും വാഹനത്തിൻ്റെ സുരക്ഷയും മറ്റുള്ളവരുടെ കാഴ്ചയും ബാധിക്കുന്ന 6 അനധികൃത ലൈറ്റുകൾ ഒന്നിച്ച് വെറും 5000 രൂപ മാത്രം പിഴയിട്ട ആ നടപടിയെ കോടതി ഒട്ടും അംഗീകരിക്കുകയും ചെയ്തില്ല. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 182A(4) ഉൾപ്പെടെയുള്ള കൃത്യമായ വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോ അനധികൃത രൂപമാറ്റത്തിനും പ്രത്യേകം 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്നാണ് കോടതിയുടെ അറുത്തുമുറിച്ചുള്ള നിർദ്ദേശമെന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഏതൊക്കെ മോഡിഫിക്കേഷനുകളാണ് ഈ പുതിയ നിയമക്കുരുക്കിൽ പ്രധാനമായും പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ ഭംഗി കൂട്ടുക എന്ന പേരിൽ അല്ലെങ്കിൽ ഓഫ് റോഡ് ശേഷി വർദ്ധിപ്പിക്കുക എന്ന അവകാശവാദവുമായി നിയമാനുസൃതമായ യാതൊരുവിധ അനുമതിയുമില്ലാതെ ഘടിപ്പിക്കുന്ന പല ഉപകരണങ്ങളും ഇനി മുതൽ വലിയ വില നൽകേണ്ടി വരുന്ന പരിശോധനകളിൽ കുടുങ്ങുകയും ചെയ്യും. അമിത തീവ്രതയുള്ള LED ലൈറ്റുകൾ, ഹാലജൻ സ്പോട്ട് ലൈറ്റുകൾ, വിവിധ നിറങ്ങൾ മിന്നുന്ന LED-കൾ, നിയോൺ ലേസർ ലൈറ്റുകൾ, റോഡിൽ വലിയ ഭീഷണിയാകുന്ന റെഡ് ബ്ലൂ സ്ട്രാപ്പ് ലൈറ്റുകൾ, ഫ്ലാഷ് ലൈറ്റുകൾ, അതുപോലുള്ള അനുമതിയില്ലാത്ത സൈറണുകൾ എന്നിവയെല്ലാം ഇനി മുതൽ കർശനമായി നിരോധിക്കപ്പെടും. വാഹനത്തിൻ്റെ ബോഡിക്ക് പുറത്തേക്ക് വില്ലന്മാരെ പോലെ ചക്രങ്ങൾ തള്ളി നിൽക്കുന്ന രീതിയിലുള്ള വീൽ സ്പേസുകൾ, അനുവദനീയമായി പരിധിയും കഴിഞ്ഞുള്ള വീതിയേറിയ ടയറുകൾ, ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന അനധികൃത എക്സോസ്റ്റ് സംവിധാനങ്ങൾ, ഒപ്പം വണ്ടിയിൽ നിന്നും തീ തുപ്പുന്ന രീതിയിലുള്ള ഫ്ലെയിം കിറ്റ് പോലെയുള്ള മാറ്റങ്ങൾ എന്നിവയ്ക്കെതിരെയും യാതൊരുവിധ ദയാദാക്ഷിണ്യവുമില്ലാത്ത നടപടികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ മറ്റൊരു രാഷ്ട്രീയ വശം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശൻ്റെ നിലപാടും തുടർന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ച പ്രസ്താവനകളും അതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ഇളവുകളുടെ പട്ടികയുമൊക്കെ ഈ വിഷയത്തിൽ ആളുകളിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിരുന്നു. ആലോചിക്കണം, അന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് ആദ്യമായി സംസാരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, സാറേ മോഡിഫിക്കേഷൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴുള്ള ഒരു വീഡിയോ വൈറലായിരുന്നു. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങൾ നടക്കുമല്ലോ, ഞങ്ങളൊക്കെ നടത്താൻ നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ ഒത്തുകിട്ടാൻ വേണ്ടി പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ അത് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിൻ്റെ VD സതീശൻ നൽകിയ മറുപടിയായിരുന്നു നിങ്ങൾ കണ്ട ദൃശ്യങ്ങളുള്ളത്. ആ ദൃശ്യം വലിയ തരത്തിൽ വൈറലാവുകയും ആ വൈറലായ ദൃശ്യത്തിന് ശേഷം പൂക്കി സതീശൻ എന്ന പേരും പൂക്കി CM എന്ന പേരും VD സതീശന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആ പൂക്കി CM ഇന്ന് പച്ചയ്ക്ക് യുവാക്കളെ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ
ആൾക്കാരെ അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാരെ പച്ചയ്ക്ക് പറ്റിച്ചിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നു എന്ന് കൂടി ആലോചിക്കേണ്ടിരുന്നു. എല്ലാത്തരം വാഹന മോഡിഫിക്കേഷനും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അനുവദിക്കുമെന്നതായിരുന്നില്ല അന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ അപകടകരമല്ലാത്തതും ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായതുമായ ചെറിയ രൂപമാറ്റങ്ങൾക്ക് ഇളവ് നൽകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന് പിന്നീട് ചർച്ചകൾ വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണവേളയിൽ അദ്ദേഹം പറഞ്ഞത് അപകടകരമായ രീതിയിൽ വയ്ക്കാൻ സമ്മതിക്കില്ല എന്നും അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ എന്നുള്ളതുമായിരുന്നു. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി മോട്ടോർ വാഹന വകുപ്പ് 18 വിഭാഗങ്ങളായി അനുവദിക്കാവുന്ന മാറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയുണ്ടായി. അതിൽ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡോർ വൈസർ, മഡ് ഫ്ലാപ്പ്, ബോഡി സ്റ്റിക്കർ, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സംവിധാനം, റൂഫ് കാരിയർ, ടോ ഹുക്ക്, ചെറിയ പരിധിയിലുള്ള സൺഫിലിം തുടങ്ങിയ സാധാരണ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ സത്യത്തിൽ ഈ 18 ഇനങ്ങൾ പലതും നേരത്തെ നിലവിലുള്ള ചട്ടങ്ങളുടെ പരിധിയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ അനുവദനീയമായിരുന്നവ തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യ കാര്യം. അതിനാൽ ഇപ്പോൾ പുതിയതായി 18 മോഡിഫിക്കേഷനുകൾക്ക് സർക്കാരിൻ്റെ പൂർണ്ണ സ്വന്തം ലഭിച്ചു എന്ന് വ്യാഖ്യാനിക്കുന്നത് ഒട്ടും കൃത്യമായ കാര്യവുമല്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം സുരക്ഷിതമായ മോഡിഫിക്കേഷനുകൾ അനുവദിക്കുക എന്ന് തന്നെയായിരുന്നെങ്കിലും വാഹനത്തിൻ്റെ അടിസ്ഥാന ഘടന, നിർമ്മാതാവ് നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, ലൈറ്റിംഗ്, ടയർ അളവുകൾ എന്നിവയിലൊക്കെ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമത്തിൻ്റെ കടുത്ത നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജൂലൈ മാസത്തിൽ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സർവേ നടത്തിയതും ഈ വിഷയത്തിലെ അന്തിമമായ ഇളവുകളുടെ പരിധി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമായിരുന്നുവെന്നും അതിനെ നിയമത്തിൻ്റെ കടുത്ത ചട്ടക്കൂടിൽ എങ്ങനെ നടപ്പിലാക്കണമെന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സാങ്കേതിക നിയമ പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് കൂടിയുണ്ട്. ഹൈക്കോടതിയുടെ ഈ വിഷയത്തെ വെറുമൊരു വാഹനപ്രേമികളുടെ സ്റ്റൈലിൻ്റെയോ ഭംഗിയുടെയോ കണ്ണിലൂടെ അല്ല നോക്കിക്കാണേണ്ടത്, മറിച്ച് റോഡിലൂടെ പോകുന്ന മറ്റ് നിരവധിയായ സാധാരണക്കാരുടെ ജീവസുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന അതീവ ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ്. എതിർദിശയിൽ നിന്നും അമിത തീവ്രതയോടെ കണ്ണിലേക്ക് അടിക്കുന്ന ലൈറ്റുകൾ കാരണം ഡ്രൈവർമാരുടെ കാഴ്ച താൽക്കാലികമായെങ്കിലും പൂർണ്ണമായി നഷ്ടപ്പെടുകയും അതുവഴി നിയന്ത്രണം വിട്ട് വലിയ അപകടങ്ങളിലേക്ക് വണ്ടികൾ ചെന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ബോഡിക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയറുകളും വീൽ സ്പേസറുകളും കാരണം റോഡിലൂടെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാരുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും ശരീരത്തേക്ക് ചെളിയും വെള്ളവും തെറിച്ചു വീഴുന്നതും അത് വലിയ തോതിൽ അസ്വസ്ഥതയും അപകടങ്ങളും ഉണ്ടാക്കുന്നതും കോടതി ഗൗരവത്തോടെ നിരീക്ഷിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തന വാഹനമായാൽ പോലും നിയമപരമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകുന്നുള്ള നിലപാടിലാണ് കോടതി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി പരിശോധന കഴിഞ്ഞാൽ പിഴയടച്ച് തടിതപ്പാമെന്ന് ആരും കരുതേണ്ടതില്ല. ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്ന ഓരോ അൾട്രേഷനും പ്രത്യേകം രജിസ്റ്റർ ചെയ്ത് കൃത്യമായി പിഴ ഈടാക്കിയ ശേഷം ആ നിയമവിരുദ്ധത മാറ്റങ്ങൾ പൂർണ്ണമായി അഴിച്ചുമാറ്റി വാഹനം വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ മാത്രമേ ആ കേസ് പൂർണ്ണമായും അവസാനിക്കുകയുള്ളൂ. അതായത് പിഴയടച്ചതുകൊണ്ട് മാത്രം നിയമലംഘനം അവസാനിക്കുന്നില്ല. മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ മാറ്റിയിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധിക്കും. കഴിഞ്ഞ 3 മാസത്തിനിടെ നടത്തിയ വാഹന പരിശോധനയിൽ 8167 വാഹനങ്ങൾ പരിശോധിക്കുകയും അതിൽ 2092 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും 1.41 കോടിയിലധികം രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ എത്രത്തോളം വ്യാപകമായിട്ടാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒടുവിൽ സെപ്റ്റംബർ 7 ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ കേരളത്തിലെ വാഹന മോഡിഫിക്കേഷൻ സംസ്കാരത്തിന്മേൽ വളരെ കനത്ത തിരിച്ചടിയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും കോടതിയുടെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.